നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഗായത്രി. പ്രധാന വാർത്തകൾ. ആന എഴുന്നള്ളിപ്പിൽ കോടതി മാർഗനിർദ്ദേശങ്ങൾ പ്രായോഗികമല്ല. ഉന്നത യോഗം ചേരും മന്ത്രി കെ രാജൻ. നവജാത ശിശുവിന്റെ വൈകല്യം നേരത്തെ കണ്ടെത്തിയില്ലെന്ന ആരോപണത്തിൽ ആരോഗ്യ വകുപ്പിന്റെ പ്രത്യേക സംഘം അന്വേഷണം നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ്. മല്ലപ്പള്ളി പ്രസംഗം. മന്ത്രി സജി ചെറിയാനെതിരെ തുടരന്വേഷണം തടഞ്ഞ് സർക്കാർ. പ്രിയങ്ക ഗാന്ധി വയനാട് MP ആയി സത്യപ്രതിജ്ഞ ചെയ്തു. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ വീണ്ടും വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങി പോലീസ്. വിവാദമായ വടക്കാഞ്ചേരിയിലെ വിദേശ മദ്യഷോപ്പ് മാറ്റണമെന്നാവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ സമിതി വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തും. വിരുപ്പാക്കയിൽ കാട്ടുപന്നിക്ക് വെച്ച വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് ഒരാൾ മരിച്ചു. വാർത്തകൾ വിശദമായി. ആന എഴുന്നള്ളിപ്പിൽ കോടതി മാർഗനിർദ്ദേശങ്ങൾ പ്രായോഗികമല്ല. ഉന്നത യോഗം ചേരും മന്ത്രി കെ രാജൻ. ആന എഴുന്നള്ളിപ്പ് വിഷയത്തിലെ ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. നിയമനിർമ്മാണ പരിപാലന ചട്ടത്തിൽ ഭേദഗതിയെ കൊണ്ടുവരാനാണ് നിലവിൽ സർക്കാർ ആലോചന. പൂരം നടത്തിപ്പിൽ കോടതി മാർഗനിർദ്ദേശങ്ങൾ പ്രായോഗികമല്ല. ഇക്കാര്യത്തിൽ കോടതി നടത്തിയ നിരീക്ഷണങ്ങളോട് യോജിക്കാൻ ആവില്ലെന്നും മന്ത്രി പ്രതികരിച്ചു. ആന ഉടമകൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കോടതി കേട്ടില്ല. പാരമ്പര്യവും പ്രൗഢഗംഭീരവുമായ ആഘോഷങ്ങളും ഉത്സവങ്ങളുമാണ് നടക്കുന്നത്. വിഷയത്തിൽ ഗൗരവമായ സമീപനം വേണമെന്നാണ് സർക്കാർ നിലപാട്. ചട്ടഭേദഗതി വേണമോ മറ്റേതെങ്കിലും നടപടി വേണമോ എന്ന് വിദഗ്ധരുമായി ആലോചിച്ച് തീരുമാനിക്കും. വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം വിളിക്കുന്നതിനെ കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നത്. പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ജല്ലിക്കെട്ട് മോഡൽ വിതരണം സാധ്യമാകുന്നതിന് പറയാനാവില്ല, മന്ത്രി വ്യക്തമാക്കി. അതേസമയം ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്ന് പറയേണ്ടത് താനല്ല എന്നായിരുന്നു മന്ത്രി കെ രാജന്റെ മറുപടി. നവീൻ ബാബു വിഷയത്തിൽ കേസ് പരിഗണിക്കുകയാണ് കോടതി. സർക്കാർ നേരത്തെ മുതൽ കുടുംബത്തിനൊപ്പം ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും കെ രാജൻ കൂട്ടിച്ചേർത്തു. നവജാത ശിശുവിന്റെ വൈകല്യം നേരത്തെ കണ്ടെത്തിയില്ലെന്ന ആരോപണത്തിൽ ആരോഗ്യ വകുപ്പിന്റെ പ്രത്യേക സംഘം അന്വേഷണം നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നവജാത ശിശുവിന്റെ വൈകല്യം നേരത്തെ കണ്ടെത്തിയിട്ടില്ലെന്ന ആരോപണത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടയുടൻ തന്നെ അന്വേഷണം നടത്താൻ മന്ത്രി ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. ജില്ലാതലത്തിലുള്ള അന്വേഷണം ഇന്നലെ ആരംഭിച്ചു. സ്കാനിംഗ് സെന്ററിനെ പറ്റിയും അന്വേഷണം നടത്തുന്നതാണ്. അന്വേഷണങ്ങളിൽ വീഴ്ച കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണ്. സംഭവത്തിൽ നേരത്തെ 4 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിരുന്നു. ആലപ്പുഴ കടപ്പുറം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ഷേർലി, പുഷ്പ എന്നിവർക്കും സ്വകാര്യ ലാബിലെ 2 ഡോക്ടർമാർക്കും എതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ആലപ്പുഴ സൗത്ത് പോലീസാണ് സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. മല്ലപ്പള്ളി പ്രസംഗം. മന്ത്രി സജി ചെറിയാനെതിരെ തുടരന്വേഷണം തടഞ്ഞ് സർക്കാർ. മല്ലപ്പള്ളിയിൽ ഭരണഘടനയെ അവഹേളിച്ച് പ്രസംഗിച്ച കേസിൽ മന്ത്രി സജി ചെറിയാനെതിരായ തുടരന്വേഷണം വേണ്ടെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് നിർദ്ദേശം നൽകി സർക്കാർ. സജി ചെറിയാൻ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകും വരെ കാത്തിരിക്കാനാണ് സർക്കാർ തീരുമാനം. എന്നാൽ തുടരന്വേഷണം വേണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. സജി ചെറിയാന് അനുകൂലമായ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കൊണ്ടായിരുന്നു കോടതി തീരുമാനം. മറുഭാഗത്ത് നിൽക്കുന്നത് മന്ത്രിയായതിനാൽ സത്യസന്ധനായ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കണമെന്ന് കോടതി ഉത്തരവുണ്ടായിരുന്നു. അന്വേഷണ സംഘം രൂപീകരിക്കാൻ തയ്യാറാണെന്ന കാര്യം ക്രൈംബ്രാഞ്ച് മേധാവി ഇന്നലെ സർക്കാരിനെ അറിയിച്ചിരുന്നു. പിന്നാലെയാണ് സർക്കാർ ഇടപെട്ട് അന്വേഷണം തടഞ്ഞത്. പാർട്ടി അനുമതി നൽകിയ സാഹചര്യത്തിൽ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സജി ചെറിയാൻ ഡിവിഷൻ ബെഞ്ചിനെ ഉടൻ സമീപിച്ചേക്കും. ഒരാഴ്ച പിന്നിട്ടിട്ടും അന്വേഷണം ആരംഭിക്കാത്ത സാഹചര്യത്തിൽ ഹൈക്കോടതി സ്വമേധ ഇടപെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. പ്രിയങ്ക ഗാന്ധി വയനാട് MP ആയി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളീയ വേഷത്തിൽ പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് വയനാട് MP ആയി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ അംഗമാണ് പ്രിയങ്ക ഗാന്ധി. കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിയായി കേരള സാരിയിലെത്തിയ പ്രിയങ്കയെ വലിയ കയ്യടികളോടെയാണ് കോൺഗ്രസ് MP മാർ പാർലമെന്റിൽ സ്വാഗതം ചെയ്തത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രിയങ്കയും പങ്കാളിയായി.
പ്രിയങ്ക കൂടി എത്തിയതോടെ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള 3 പേർ പാർലമെന്റിൽ സാന്നിധ്യമാകുകയാണ്. സഹോദരൻ രാഹുൽ ഗാന്ധി ലോക്സഭാംഗവും മാതാവ് സോണിയാഗാന്ധി രാജ്യസഭാംഗവുമാണ്. ഇന്നത്തെ പാർലമെന്റ് നടപടികളിൽ പ്രിയങ്ക ഗാന്ധി ഭാഗമാകും. അമ്മ സോണിയാഗാന്ധിക്കൊപ്പമാണ് പ്രിയങ്ക പാർലമെന്റിലേക്ക് എത്തിയത്. ജീവിത പങ്കാളി റോബർട്ട് വാദ്രയും മക്കളും പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ കാണാൻ എത്തിയിരുന്നു. വയനാട്ടിൽ മുൻ MP രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ മറികടന്ന് 4 ലക്ഷത്തിലേറെ വോട്ടുകൾക്കായിരുന്നു പ്രിയങ്കയുടെ കന്നി വിജയം. ഏറെ നാൾ കോൺഗ്രസ് സംഘടനാ ചുമതല വഹിച്ച ശേഷമാണ് ജനപ്രതിനിധി എന്ന കുപ്പായം പ്രിയങ്ക അണിയുന്നത്. പ്രിയങ്ക പാർലമെന്റിൽ ഉറച്ച ശബ്ദമായി എത്തുന്നത് ഇന്ത്യ മുന്നണിക്ക് വലിയ നേട്ടമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രിയങ്ക MP ആകുന്നതിൽ അഭിമാനമെന്ന് സോണിയാഗാന്ധി പ്രതികരിച്ചു. ലോക്സഭാ സന്ദർശക ഗ്യാലറിയിൽ പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷിയാവാൻ സോണിയാഗാന്ധിയും എത്തിയിരുന്നു. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ വീണ്ടും വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങി പോലീസ്. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ വീണ്ടും വിശദമായ അന്വേഷണത്തിന് പോലീസ്. കോട്ടയം ജില്ലാ പോലീസ് മേധാവി നൽകിയ അന്വേഷണ റിപ്പോർട്ട് വ്യക്തതയില്ലെന്ന കാരണത്താൽ DGP മടക്കിയിരുന്നു. ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ധാരണാപത്രമുണ്ടായിരുന്നോ, ചോർന്നത് DC-യിൽ നിന്നെങ്കിൽ അതിന് പിന്നിലെ ഉദ്ദേശമെന്ത് എന്നീ കാര്യങ്ങളിൽ വ്യക്തത വേണമെന്നാണ് ആവശ്യം. DC ബുക്സുമായി കരാർ ഉണ്ടാക്കിയില്ലെന്ന് മൊഴി നൽകിയ EP ജയരാജൻ പക്ഷേ സ്വകാര്യ ശേഖരത്തിലുള്ള ചിത്രങ്ങൾ എങ്ങനെ DC-യുടെ കൈവശം എത്തിയെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നില്ല. ആത്മകഥയുടെ പകർപ്പ് പുറത്തു പോയതുൾപ്പെടെ എന്തു സംഭവിച്ചുവെന്ന കാര്യത്തിൽ DC-യും വ്യക്തത വരുത്തിയിട്ടില്ല. പരാതിക്കാരനായ EP-യുടെ ഉൾപ്പെടെയുള്ള മൊഴി വീണ്ടും രേഖപ്പെടുത്തേണ്ടി വരും. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ അന്വേഷണ സംഘം നേരത്തെ രവി DC-യുടെ മൊഴിയെടുത്തിരുന്നു. EP ജയരാജന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിനെക്കുറിച്ച് കരാറില്ലെങ്കിലും ധാരണ ഉണ്ടായിരുന്നുവെന്നായിരുന്നു രവി DC-യുടെ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ടു പോയതെന്നുമായിരുന്നു രവി DC അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. വിവാദമായ വടക്കാഞ്ചേരിയിലെ വിദേശ മദ്യഷോപ്പ് മാറ്റണമെന്നാവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ സമിതി വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തും. വിവാദമായ വടക്കാഞ്ചേരിയിലെ വിദേശ മദ്യഷോപ്പ് മാറ്റണമെന്നാവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ സമിതി 29-ന് നാളെ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തും. സ്വകാര്യ ആശുപത്രി, വിദ്യാഭ്യാസ സ്ഥാപനം എന്നിവ പ്രവർത്തിക്കുന്നതിന് സമീപത്താണ് വിദേശ മദ്യഷോപ്പ് ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ എത്തുന്നവരുടെ സ്വൈര ജീവിതത്തിന് ഭീഷണിയാകുന്നതായി പരക്കെ പരാതി ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. മദ്യനിരോധന സമിതി അതിരൂപത ഡയറക്ടർ ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യും. ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിക്കും. ദേശീയ സമിതി നേതാക്കളായ K ഗോവിന്ദൻ, ഉഷ രാമചന്ദ്രൻ, TN നമ്പീശൻ, PV രാമൻ, V ഗോപകുമാർ, V അനിരുദ്ധൻ, എബ്രഹാം കുള, ജോൺസൺ കുന്നമ്പള്ളി എന്നിവർ പ്രസംഗിക്കും. ഇനി ഒരു ഇടവേള. എങ്ങനെയുണ്ട് പുതിയ സ്ഥലം? തൃശ്ശൂര് പൊള്ളിയല്ലേ ഗടി? അമ്മി മോനെ ഹാപ്പി അല്ലേ? പിന്നെ ഹായ്, വാട്ട് ഈസ് സർപ്രൈസ്? ഹലോ, കൊള്ളാലോ. അല്ലെങ്കിലും നിന്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ലേ? തൃശ്ശൂർക്ക് സ്ഥലം മാറി വന്നപ്പോ ഇവൾക്ക് ഒരു 100 കണ്ടീഷൻസ് ആയിരുന്നല്ലോ. സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ലക്ഷറി ഫ്ലാറ്റ് വേണം, അതും നല്ല ലൊക്കേഷൻ, നല്ല ഇന്റീരിയർ, പിന്നെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വിശ്വസിക്കാവുന്ന നല്ല സ്ട്രോങ് ബിൽഡറും. ഇതെല്ലാം ചേർന്ന ഒറ്റ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഓറെക്സ് ബിൽഡേഴ്സ്. Orex, the builders of trustworthy home spaces. Orex Builders Private Limited, adorning lives. വാർത്തകൾ തുടരുന്നു. വിരുപ്പാക്കയിൽ കാട്ടുപന്നിക്ക് വെച്ച വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് ഒരാൾ മരിച്ചു. തെക്കുംകര പഞ്ചായത്തിൽ കാട്ടുപന്നി വേട്ട വ്യാപകം. കാട്ടുപന്നിയെ പിടികൂടുന്നതിനായി ഇട്ടിരുന്ന വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ ഒരാൾ മരിച്ചു. തെക്കുംകര പഞ്ചായത്തിലെ വിരുപ്പാക്കയിലാണ് സംഭവം. വിരുപ്പാക്കനടുത്തറ വീട്ടിൽ സെയ്താലിയുടെ മകൻ ഷെരീഫാണ് മരിച്ചത്. വടക്കാഞ്ചേരി പോലീസ് സംഭവ സ്ഥലത്തെത്തി മേൽ നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. വിരുപ്പാക്കയിലെ ഉണ്ണി എന്നയാളുടെ പറമ്പിലാണ് ഇയാൾ മരിച്ചു കിടക്കുന്നതായി നാട്ടുകാർ കണ്ടത്. രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെ ബാധിക്കാറുണ്ടെന്ന് നടൻ വിജയ് സേതുപതി. രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെ ബാധിക്കാറുണ്ടെന്ന് നടൻ വിജയ് സേതുപതി അക്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല. അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് തോന്നാത്ത വിധം സിനിമകൾ ചെയ്യണം. മലയാളത്തിൽ സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും നല്ല കഥാപാത്രങ്ങൾ വന്നാൽ ഉറപ്പായും അഭിനയിക്കുമെന്നും വിജയ് സേതുപതി പറഞ്ഞു.
രാഷ്ട്രീയത്തെപ്പറ്റി സംസാരിക്കാറുണ്ട്. എല്ലാവരെയും പോലെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ ബോധവാനാണ്. കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളാൻ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാറുണ്ട്. സിനിമകൾ വളരെ സൂക്ഷിച്ചു ചെയ്യണം. ചില സിനിമകൾ നടന്ന സംഭവത്തെ അടിസ്ഥാനം ആക്കിയുള്ളതാണ്. അപ്പോൾ വയലൻസ് കടന്നുകൂടുമെന്നും അത് സിനിമ ആവശ്യപ്പെടുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിടുതലൈ 2 റൊമാൻറ്റിക് വിപ്ലവ സിനിമ ആയിരിക്കും. മാസും ക്ലാസും പ്രതീക്ഷിക്കാം. മഞ്ജു വാര്യർ കഥാപാത്രങ്ങളോട് ഇഴകിച്ചേരുന്ന ആളാണ്. ഓരോ സീനും പെർഫെക്റ്റായി ചെയ്യും. മലയാളികളോട് പ്രത്യേക ഇഷ്ടമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിരുപ്പാക്കയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ മധ്യവയസ്കൻ പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ ദുരൂഹതയുള്ളതായി പോലീസ്. വിരുപ്പാക്കയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ മധ്യവയസ്കൻ പൊള്ളലേറ്റു മരിച്ച സംഭവത്തിൽ ദുരൂഹതയുള്ളതായി പോലീസ്. അന്വേഷണം ഊർജിതമാക്കിയതായി വടക്കാഞ്ചേരി SHO റിജിൻ M. തോമസ് അറിയിച്ചു. തെക്കുംകര പഞ്ചായത്തിലെ വിരുപ്പാക്കനടുത്തറ വീട്ടിൽ സെയ്തലവിയുടെ മകൻ ഷെറീഫിനെയാണ് ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വൈദ്യുതി കമ്പി ദേഹത്ത് തട്ടി മരിച്ചെന്നതായിരുന്നു നിഗമനം. എന്നാൽ മരിച്ച ഷെറീഫിന്റെ 2 കൈകളിലും പൊള്ളലേറ്റിട്ടുണ്ട്. വൈദ്യുതി കമ്പിയിൽ കയറിപ്പിടിച്ച് സ്വയം ആത്മഹത്യ ചെയ്തതാകാമെന്ന് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു. ഇയാൾ ഇതിനു മുമ്പും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കുന്നംകുളം ACP സന്തോഷ് CR, വടക്കാഞ്ചേരി SHO റിജിൻ M. തോമസ്, വിരലടയാള വിദഗ്ധർ, വൈദ്യുതി ഉദ്യോഗസ്ഥർ എന്നിവരും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. ഭഗവാന് നിവേദ്യത്തിനായി വടക്കാഞ്ചേരി കരിമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ കദളിവാഴ നട്ടു. ഭഗവാന് നിവേദ്യത്തിനായി വടക്കാഞ്ചേരി കരിമരക്കാട് ശിവവിഷ്ണു ക്ഷേത്ര ദർശനത്തിൽ ഭഗവാന് നിവേദിക ദളി എന്ന ആശയത്തിന് തുടക്കം കുറിച്ചതായി ദേവസ്വം ഓഫീസർ KS മഞ്ജുഷ് അറിയിച്ചു. പാർവതി സാന്നിധ്യമുള്ള കിഴക്കേ നടയിലാണ് കദളിവാഴ നട്ടത്. പൂജയ്ക്ക് ആവശ്യമായ പുഷ്പച്ചെടികളും വെച്ചുപിടിപ്പിച്ചു. ഒരു സർക്കാർ ശമ്പളം പറ്റുന്ന ഒരു ജീവനക്കാരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന സൽപ്രവൃത്തികളെ നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശമാണ് ആക്ച്വലി അതിൻ്റെ നട എന്നാണ് ഒരു വിശ്വാസം. ഇവിടുത്തെ ഭഗവാൻ പടിഞ്ഞോട്ട് തിരിഞ്ഞിരിക്കുന്നു. എന്നാലും ഇവിടെ കിഴക്ക് വശമായ ഈ ഗേറ്റും മറ്റും ഉണ്ടായിരുന്നെങ്കിലും കാലങ്ങളായിട്ട് അതിന് വേണ്ടുന്ന പരിപാലനം ചെയ്യാതെ കണ്ട് ഇരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ക്ഷേത്ര സമിതിയില്ല, ഉപദേശക സമിതിയില്ല. ആ കാലഘട്ടത്തിൽ ഇദ്ദേഹം വളരെ താല്പര്യമെടുത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമ്മളുടെ ദേവസ്വം ബോർഡ് മെമ്പറൂടെ വരുമ്പോഴത്തേക്ക് പറയാറുണ്ട്, നമ്മുടെ ആവശ്യത്തിനുള്ള പുഷ്പം നമ്മുടെ ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ദേവസ്വം ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. എന്നാൽ ബോർഡിൻ്റെ അത്തരം കാര്യങ്ങൾക്കൊന്നും കാത്തിരിക്കാതെ സ്വന്തം അധ്വാനം കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുക. ഇത് എന്ത് കാര്യം ആര് ചെയ്യണമെങ്കിലും അതിന് ഒരു പ്രചോദനമില്ലാതെ ആർക്കും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ആൾക്കാരെ പ്രചോദിപ്പിച്ച് നല്ല കാര്യങ്ങൾ, വളരെയേറെ നല്ല കാര്യങ്ങൾക്ക് ഗേറ്റ് ഭാഗങ്ങളൊക്കെ വളരെ സുന്ദരമാക്കിയിരിക്കുന്നു. ചപ്പും ചപ്പും 2 ആഴ്ച മുൻപേ ഇവിടെ വന്ന് കണ്ടിരുന്നെങ്കിൽ, 1 മാസം മുൻപേ ഇവിടെ വന്ന് കണ്ടിരുന്നെങ്കിൽ ഇവിടുത്തെ കിടപ്പ് എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവിടുന്ന് ശേഷം അത് വളരെ സുന്ദരമാക്കി, വളരെ നീറ്റാക്കി, പുറത്തു നിന്ന് കടന്നു വരത്തേക്ക് വഴി നീറ്റാക്കി, അതിൻ്റെ പുറവശം നീറ്റാക്കി, ഇങ്ങനെ പുറത്തുവശം നീറ്റാക്കി, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു നമ്മുടെ ഒരു ഓഫീസർ, ദേവസ്വം ഓഫീസർ എന്ന് മാത്രം പറയാൻ പറ്റില്ല അദ്ദേഹത്തെ. ദേവസ്വം ഓഫീസർ എന്നുള്ള ഒരു പദം കൊണ്ട് അദ്ദേഹത്തെ പറയാൻ പറ്റില്ല. എന്നാൽ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് എതിർപ്പുകളും ഉണ്ടാവും. അദ്ദേഹം ഇത്രയും നീറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹത്തെ കൊച്ചാക്കുക എന്നുള്ള ചില ആൾക്കാരുടെ ലക്ഷ്യമാണ്. അതിന് സാർ ഒരിക്കലും അങ്ങനെയാണല്ലോ എന്ന് വിചാരിക്കരുത്. സാറിൻ്റെ അംബീഷൻ അനുസരിച്ച്, സാറിൻ്റെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഞങ്ങളെല്ലാവരും സാറിൻ്റെ പിന്നിൽ. പ്രിയ ഭക്തജനങ്ങളെ, നമ്മൾ കേട്ടിട്ടുണ്ട് മരം ഒരു വരം. അത് ആ മരത്തിൻ്റെ ചോട്ടിൽ ചെന്ന് നിന്നാലേ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ശരിക്കുള്ള ആ ഒരു ഫീലിംഗ് നമുക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ഈ ഷൊർണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ അകമല ഭാഗത്ത് വന്നാലറിയാം, ഒരു AC വേണ്ട, ഒരു സൗകര്യം വേണ്ട, വെറുതെ ആ മരത്തിൻ്റെ ചോട്ടിൽ ഇരുന്നപ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു മനഃശാന്തി ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അപ്പം മരം ഒരു വരം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അമ്പല പരിസരത്ത് ചെടികളും പുഷ്പങ്ങളും ഒരു വരം എന്നുള്ള ഒരു ആപ്തവാക്യം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ദേവസ്വം ഓഫീസറെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അനിരുദ്ധ സാർ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് എല്ലാവിധ പിൻബലവും നമ്മൾ കൊടുക്കുക. ഒരു ക്ഷേത്ര സമിതി, ഞാനൊരു 10-25 കൊല്ലത്തോളം ഇവിടെ സമിതിയിലൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളാണ് അദ്ദേഹം സ്വന്തം ആർജവം, അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു ആർജവം വേണം. പല ദേവസ്വം ഓഫീസർമാരെയും നമ്മൾ ശിവക്ഷേത്രത്തിൽ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല.
ഇദ്ദേഹത്തെ ഏത് സമയത്തും കാണാം. അത്തരത്തിലുള്ള ഒരു ആർജവമുള്ള മനുഷ്യനെ എല്ലാ തരത്തിലും അദ്ദേഹത്തിൻ്റെ സത്പ്രവർത്തിക്ക് നമ്മൾ ഏത് കാലത്തും ഒപ്പം നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് പിന്നെ നമ്മൾ നിശബ്ദ സേവകമുണ്ട്. നമ്മൾ ബഹുമാനപ്പെട്ട ഒരു നാരായണൻ, അദ്ദേഹം ചിത്രത്തിൽ വരില്ലേ. അപ്പോൾ കഴിഞ്ഞ എൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയിൽ അദ്ദേഹം മെമ്പറായിരുന്നു. അന്നും അദ്ദേഹം അങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യും. കാര്യത്തോടെടുക്കുമ്പോൾ ആൾ അന്വേഷിച്ചാൽ കാണില്ല. അപ്പോൾ നാരായണൻ്റെ പിൻബലത്തോടുകൂടി ദേവസ്വം ഓഫീസർക്ക് ഞങ്ങളുടെയൊക്കെ സഹകരണത്തോട് കൂടിയിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം ഇത്തരത്തിലുള്ളൊരു ദേവസ്വം ഓഫീസറെ അതേപോലെ തന്നെ നമ്മുടെ ജീവനക്കാരുടെ സപ്പോർട്ട് അത് വളരെ പ്രധാനമാണല്ലോ. ജീവനക്കാരുടെ സപ്പോർട്ടില്ലാതെ ഇതൊന്നും നടക്കില്ല. അത് വിനുവിനെ പോലെയും അതുപോലെ മറ്റുള്ള ആൾക്കാരെയും പോലെയുള്ള എല്ലാ സപ്പോർട്ടും നമുക്കുണ്ട്. നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ദേവസ്വം ബോർഡിലേക്ക് ഈ മഞ്ജുഷിനെ പോലെയുള്ള ഇത്തരത്തിലുള്ളൊരു സത്പ്രവൃത്തി ചെയ്യുന്ന ഒരു ദേവസ്വം ഓഫീസറെ ഒരു 10 കൊല്ലത്തേക്കെങ്കിലും ഇവിടെ നിർത്താൻ നമുക്ക് സാധിച്ചാൽ ഈ അമ്പലം ഈ കാണുന്നതൊന്നുമല്ല. നമുക്കറിയാം, ഒരു 2 ലക്ഷം രൂപയുടെ താഴെ ഉണ്ടായിരുന്ന വരുമാനം ഇദ്ദേഹം വന്നതിന് ശേഷം 3 ലക്ഷത്തോളമായി. അത് ഇനിയും കൂടും. അതാണ് ചെയ്യാനുള്ള ഒരു മനസ്സ്, ആ മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ സംസ്ഥാന ധനവകുപ്പ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ സംസ്ഥാന ധനവകുപ്പ്. ഉദ്യോഗസ്ഥർക്ക് ധനവകുപ്പ് ഉടൻ നോട്ടീസ് നൽകും. സാങ്കേതിക പിഴവ് മൂലമാണോ അതോ ബോധപൂർവം അപേക്ഷിച്ചതുകൊണ്ടാണോ പെൻഷൻ ലഭ്യമായതെന്ന് പരിശോധിക്കും. ഇതിനുശേഷം കർശന നടപടിയിലേക്ക് കടക്കുമെന്നാണ് സർക്കാർ അറിയിക്കുന്നത്. പെൻഷൻ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടില്ലെന്നും അനർഹരെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തെ നിയോഗിച്ചതായും ധനകാര്യ വകുപ്പ് പ്രതികരിച്ചു. ഇനി ഒരിടവേള. ഒരു ദിവസത്തേക്കായി ഇനി ഒരുപാട് പണം ചിലവഴിക്കേണ്ട. വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടകയ്ക്ക് ലഭിക്കുന്ന ഹെന ട്രിnkets എന്ന സ്ഥാപനം വടക്കാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സേവ്യർ ചിറ്റപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സീരിയൽ ആർട്ടിസ്റ്റ് കൃഷ്ണേന്ദു മുഖ്യാതിഥിയായിരുന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വടക്കാഞ്ചേരി മെയിൻ റോഡിൽ ലാമിയ സിൽക്സിന് സമീപത്താണ് പുതിയ സ്ഥാപനം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 892186 2766 9995673426. വാർത്തകൾ തുടരുന്നു. അധികാര പരിധിയിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. VC-മാരെ നിയമിച്ചത് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലെന്ന് ഗവർണർ. വൈസ് ചാൻസലർമാരെ നിയമിച്ചത് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. 1 മാസം ഹൈക്കോടതി വിധിക്കായി കാത്തിരുന്നതിന് ശേഷമാണ് നിയമനങ്ങൾ നടത്തിയതെന്ന് ഗവർണർ പറഞ്ഞു. VC നിയമനത്തിൽ തനിക്ക് പൂർണ്ണ അധികാരമുണ്ടെന്നാണ് ഹൈക്കോടതി വിധി. സംശയമുള്ളവർക്ക് വിധി വായിച്ചു നോക്കാം. അധികാര പരിധിയിൽ നിന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ഗവർണർ കൂട്ടിച്ചേർത്തു. മന്ത്രിയുമായി താൻ തർക്കിക്കാനില്ലെന്നും സർക്കാരിന് എതിരഭിപ്രായമുണ്ടെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കട്ടെയെന്നും ഗവർണർ പറഞ്ഞു. ഗവർണറുടെ ഉത്തരവിന് പിന്നാലെ സർവകലാശാല VC-യായ പ്രൊഫസർ കെ ശിവപ്രസാദും ഡിജിറ്റൽ സർവകലാശാല VC-യായി ഡോക്ടർ സിസ തോമസും ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ഷവർമ വിൽക്കുന്ന കടകളിൽ പരിശോധന കർശനമാക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി KK മനോജ്. ഷവർമ വിൽക്കുന്ന കടകളിൽ കർശന പരിശോധന വേണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരിയിലും സമീപ പ്രദേശങ്ങളിലുമായി ഷവർമ വിൽക്കുന്ന കടകളിൽ പരിശോധനകൾ ശക്തമാക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി KK മനോജ് അറിയിച്ചു. ഷവർമ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ പാലിക്കേണ്ട ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കും. തുടർന്ന് റൂട്ടിനായി കടകളിൽ പരിശോധന നടത്തും. കാസർഗോഡ് 16 വയസ്സുകാരി ഷവർമ കഴിച്ച് മരിക്കാനിടയായ സംഭവത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട ഹർജി തീർപ്പാക്കാൻ വിചാരണ കോടതിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ശബരിമലയിൽ മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടുന്നതും മഞ്ഞൾപ്പൊടി വിതറുന്നതും ആചാരത്തിന്റെ ഭാഗമല്ലെന്ന് ഹൈക്കോടതി. ശബരിമലയിൽ മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടുന്നതും ക്ഷേത്ര പരിസരത്ത് മഞ്ഞൾപ്പൊടി വിതറുന്നതും ആചാരത്തിന്റെ ഭാഗമല്ലെന്ന് ഹൈക്കോടതി. ഇവ അനുവദിക്കരുതെന്നും മറ്റുള്ള ഭക്തർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. ഇവയൊന്നും ശബരിമലയിലെ ആചാരത്തിന്റെ ഭാഗമല്ലെന്ന് ഭക്തർക്കിടയിൽ അവബോധമുണ്ടാക്കണമെന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പറഞ്ഞു. മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടുന്നതും ക്ഷേത്ര പരിസരത്ത് മഞ്ഞൾപ്പൊടി വിതറുന്നതും അനുവദിക്കാൻ പാടില്ല. മാളികപ്പുറത്ത് വസ്ത്രങ്ങൾ എറിയുന്നതും കോടതി തടഞ്ഞു. ഇവയൊന്നും ആചാരത്തിന്റെ ഭാഗമല്ലെന്ന് തന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്യരുതെന്ന് അയ്യപ്പന്മാരെ അറിയിക്കാൻ അനൗൺസ്മെന്റ് നടത്തണമെന്നും കോടതി നിർദ്ദേശം നൽകി.
മാത്രമല്ല ശബരിമലയിൽ വ്ളോഗർമാർ വീഡിയോ ചിത്രീകരിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും 18ാം പടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളോ ചിത്രങ്ങളോ പകർത്തരുതെന്നും കോടതി നിർദ്ദേശം നൽകി. ദേവസ്വം ബോർഡ് അനുമതി നൽകുന്നവർക്ക് ചടങ്ങുകൾ ചിത്രീകരിക്കാമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മാണി സൺസിൽ ഇരട്ട നറുക്കെടുപ്പ് നടന്നു. മർച്ചന്റ് അസോസിയേഷൻ വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ വിജയികളെ തെരഞ്ഞെടുത്തു. ഒന്നാം സമ്മാനമായി ഏരിയൽ കമ്പനിയുടെ വാഷിംഗ് മെഷീനും കണ്ണൻദേവൻ ടീയുടെ റെഫ്രിജറേറ്ററും വിതരണം ചെയ്തു. മാണീസ് ഉടമ വി ഫ്രാൻസിസ്, ഏരിയൽ മാർക്കറ്റിംഗ് പ്രതിനിധി നിതിൻ, ടാറ്റ ടീ മാർക്കറ്റ് വിഭാഗത്തിലെ അക്ഷയ്, മാണീസിലെ ജീവനക്കാരും മറ്റു ഉപഭോക്താക്കളും ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. വാർത്തകൾ വിശദമായി. ആന എഴുന്നള്ളിപ്പിൽ കോടതി മാർഗനിർദ്ദേശങ്ങൾ പ്രായോഗികമല്ല, ഉന്നത യോഗം ചേരും മന്ത്രി കെ രാജൻ. നവജാത ശിശുവിന്റെ വൈകല്യം നേരത്തെ കണ്ടെത്തിയില്ലെന്ന ആരോപണത്തിൽ ആരോഗ്യ വകുപ്പിന്റെ പ്രത്യേക സംഘ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ്. മല്ലപ്പള്ളി പ്രസംഗം. മന്ത്രി സജി ചെറിയാനെതിരെ തുടരന്വേഷണം തടഞ്ഞ് സർക്കാർ. പ്രിയങ്ക ഗാന്ധി വയനാട് MP-ആയി സത്യപ്രതിജ്ഞ ചെയ്തു. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ വീണ്ടും വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങി പോലീസ്. വിവാദമായ വടക്കാഞ്ചേരിയിലെ വിദേശ മദ്യഷോപ്പ് മാറ്റണമെന്നാവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ സമിതി വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തും. വിരുപ്പാക്കയിൽ കാട്ടുപന്നിക്ക് വെച്ച വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് ഒരാൾ മരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. നമസ്കാരം.